മഞ്ചേശ്വരം ബായാറിൽ നിസാറി എന്നുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്. അവന് 2 കണ്ണും കാണില്ല, 2 കണ്ണിനും ജന്മനാ അവന് കാഴ്ചയില്ല. ഏകദേശം 27-28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു കുഞ്ഞു മോളുണ്ട്, ഭാര്യയുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീടുണ്ടാവണം എന്നുള്ളതാണ്. തറവാട്ട് വീട്ടിലാണ് അവനിപ്പോൾ താമസിക്കുന്നുള്ളത്. ആ വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീട്ടിലേക്ക് മാറണമെന്നും അല്പം സുരക്ഷിതമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീഡിയോ ചെയ്തു. ഏകദേശം 1 ലക്ഷത്തി ചില്ലർ മാത്രമേ കിട്ടിയുള്ളൂ. കാരണം കോവിഡിൻ്റെ ഒക്കെ പ്രതിസന്ധിയുള്ള സമയമായിരുന്നു. പിന്നീട് അതിന് തറ നിർമ്മിച്ചു, അതിനപ്പുറം പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ നിസാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നുള്ളത് അത്യാവശ്യമാണ്. അതവൻ്റെ വലിയ ഡ്രീമാണ്. അതിനു വേണ്ടിയിട്ട് അവന് ഒരു ദിവസം 10-20 വട്ടം വിളിക്കും. മറ്റാര് വിളിച്ചാലും ഞങ്ങൾക്ക് എന്നല്ല ആർക്കും അതൊരു ദേഷ്യം വരും. തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ജോലിയിലുള്ള സമയത്ത്, തിരക്കിലുള്ള സമയത്തൊക്കെ വിളിക്കുമ്പോൾ. പക്ഷേ നിസാർ വിളിക്കുമ്പോൾ മാത്രം ദേഷ്യം വരാറില്ല. ഏത് സമയത്ത് വിളിക്കുമ്പോഴും ഒന്ന് നമ്മൾ കോൾ ചെയ്തിട്ട് 1 മണിക്കൂർ മുമ്പ് വിളിച്ചാണെങ്കിൽ വീണ്ടും വിളിക്കുമ്പോഴും നിസാറിനോട് ഞങ്ങൾ അതേ മറുപടി പറയും, നിസാറെ നോക്കാം, ശരിയാവും എന്നൊക്കെ. കാരണം കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ്. അവൻ്റെ വലിയ ഡ്രീമാണ് ഒരു വീട് എന്നുള്ളത്. അത് ഞങ്ങൾ അത്രത്തോളം ആകർഷിക്കാനുള്ള കാരണം, ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും ഷെബിയൊക്കെ അവിടെ വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങളെ കൊണ്ടുപോയൊരു മുഹമ്മദ് എന്നുള്ളൊരു ആളുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം അവിടെ എത്തിച്ചിട്ട് ഞങ്ങളിങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് നിസാർ കരയാണ്. ചാ, നിങ്ങളായിരുന്നു എൻ്റെ സ്വപ്നം സഫലമാക്കി തന്നത്, നിങ്ങളായിരുന്നു എന്നെ കിനാവ് കാണാൻ പഠിപ്പിച്ചത്, നിങ്ങളില്ലെങ്കിൽ എനിക്ക് വീടാവുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. വീട് ആവുന്നത് പോയിട്ട് ഞങ്ങൾ വാർത്ത പോലും പുറത്തു വിട്ടിട്ടില്ല. വീടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പോലും ഇല്ലായിരുന്നു. പക്ഷേ നിസാർ അവൻ്റെ മനസ്സിൽ ഒരു വീട് നിർമ്മിച്ചിരുന്നു. അവനെല്ലാം ശരിയായി എന്നുള്ള രീതിയിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു. എനിക്കെല്ലാം വീടൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രംഗം ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ തൊട്ട് കളഞ്ഞു. പക്ഷേ പിന്നീട് ആ ഒരു കാശേ വന്നില്ല. നിസാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിസാർ കരയുന്നു. ഞങ്ങൾ വീണ്ടും പോകുമ്പോഴേക്ക് നിസാർ കരുതി ഈ വരവിലെങ്കിലും വീടെന്തായാലും ശരിയാവും. അങ്ങനെ നിസാർ ഇങ്ങനെ ഇളനീരൊക്കെ പറിച്ചു വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. നിസാർ അതിനെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഇളനീരൊക്കെ ചെത്തിയിട്ട് ഞങ്ങൾക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ പോലും അത്രത്തോളം മനസ്സ് നിറഞ്ഞിട്ടില്ല, അത്രത്തോളം സന്തോഷമായിട്ടില്ല. നിസാർ തന്ന ഒരു ഇളനീരിൻ്റെ ഒരു രുചി ഉണ്ടായിരുന്നു. അതിൽ മൊത്തം സ്നേഹവും അവൻ്റെ ഇഷ്ടവും അവൻ്റെ ആത്മാർത്ഥതയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നിസാറിന് ഇപ്പോഴും ഒരു വീടായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. ഒരുപാട് വീടുകൾ ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട് വാർത്ത വിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊക്കെ വീടുണ്ടായിട്ടുണ്ട്. പക്ഷേ നിസാറിന് മാത്രം വീടാവുന്നില്ല എന്നുള്ളത് അവനേക്കാളേറെ ഞങ്ങളെ സങ്കടപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് സഹായിക്കണം. കേവലം ഒരു 5 ലക്ഷം രൂപ മാത്രം മതിയാവും. നമ്മളൊന്നൊരു ഗൂഗിൾ പേ വഴി 100 രൂപയോ 200 രൂപയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിസാറിൻ്റെ 5 ലക്ഷം വലിയൊരു ഭാരമൊന്നും ആവില്ല. കണ്ണ് കാണാത്ത ആ മനുഷ്യന് വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും കാണുന്ന നമ്മൾ ഒന്ന് കൈകോർത്താൽ അത് അവന് വലിയ പുണ്യമായിരിക്കും.